അപ്പൊ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ള വേറെ എവിടെയല്ല കേട്ടോ, നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ബന്ദിയോടിനടുത്തായിട്ട് ചെറിയ ബീച്ച് ഉണ്ട്. ഈ ബീച്ചിന്റെ വേദിക്ക ബീച്ച് എന്നാട്ടോ. അപ്പൊ അവിടാണ് ഞാനിപ്പോ ഉള്ളത്. ഇത് എന്റെ കുറെ കാണുന്ന കാടില്ലേ, ഈ കാടിനപ്പുറത്താണ് നമ്മുടെ കടല്. ഇപ്പൊ സമയം 5:10 ആയതുള്ളൂ കേട്ടോ. പക്ഷെങ്കിൽ ഇവിടെ ബീച്ചിൽ വലിയ അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല, വലിയ ആൾത്തിതൊക്കെ അങ്ങനെയുള്ള സ്ഥലമൊന്നുമല്ല കേട്ടോ. ഉണ്ടെന്ന് തോന്നുന്നു, ഇതിനപ്പുറത്തേക്ക് നല്ല ആളുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നിൽക്കുന്ന ഭാഗത്ത് അങ്ങനെ വലിയ ആൾക്കാരൊന്നും ഇല്ല. ഈ കാണുന്നില്ലേ, എന്താ ഇവിടെ കുറച്ച് വേസ്റ്റ് എല്ലാം കിടപ്പുണ്ട്. അതിപ്പോ എവിടെ ചെന്നാലും കാണുമല്ലോ. കടലിലൊക്കെ ഭാഗത്ത് പോയാൽ എപ്പോഴും കാണാം നമുക്ക്. ഇതാണെങ്കിൽ ആകാശത്തോടെ ഇങ്ങനെ പരന്ന് കുറെ പറക്കുന്നുണ്ടാവും. അപ്പൊ ഇവിടെ ആ കാഴ്ച ഞാൻ കാണുന്നുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർക്ക് എനിക്ക് കാണുന്നില്ലേ. അപ്പൊ അധികം ആളും ഇതിലായിട്ട് അങ്ങോട്ട് ഇറങ്ങുന്ന കടലിലേക്ക്. അവിടെ ചെറിയ തട്ടുകട, അതേപോലെ ഐസ്ക്രീം, അങ്ങനത്തെ കുറെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പം എത്തുന്ന പല ആളുകളും അതിലെയാണ് കടലിലേക്ക് ഇറങ്ങുന്നത്. ഞാൻ എന്തായാലും അവിടെ നിന്നെല്ലാം മാറിയതാ, അങ്ങ് അപ്പുറത്തൊരു കാറ് കിടക്കുന്നതാണെന്നില്ലേ, അതിലേക്ക് കൂടെ കേട്ടോ താഴേക്ക് ഇറങ്ങിയത്. കടലിലേക്ക് വലിച്ചെറിയുന്ന എല്ലാ വേസ്റ്റും തിരിച്ച് കടലമ്മ നമ്മുടെ കഥയിലേക്ക് തന്നെ എത്തിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടെ ഫുള്ള് വേസ്റ്റ് തന്നെയാണ്. ഇതിൽ പലതും ഈ വെള്ളം കൊണ്ടുവന്ന് കഥയ്ക്ക് കയറ്റിയതും ആട്ടോ. കുറെ അല്ലാണ്ട് ഇട്ടിട്ടുണ്ട്, എന്നാൽ കുറെ എല്ലാം അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ബീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ നോർമൽ ബീച്ച് കണക്ക് തന്നെ വലിയ സെറ്റപ്പ് ഒന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് വന്നിട്ട് കടലൊക്കെ ഒന്ന് ആസ്വദിക്കാം. ഫാമിലി ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒറ്റയ്ക്കായിട്ട് കാമുകിയായിട്ടാണെങ്കിലും വന്നിട്ട് ആസ്വദിക്കാം കേട്ടോ.